സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. പ്രതീക്ഷിച്ച സമയത്തു നിന്ന് കുറച്ച് വൈകിയാണെങ്കിലും ഗാസയിൽ വെടിനിർത്തൽ നിലവിൽ വന്നു. ഇസ്രായേൽ സേന ട്രംപ് നേരത്തെ പറഞ്ഞിരുന്ന ഒരു ലൈനിലേക്ക് പിൻവാങ്ങി തുടങ്ങി. ഏകദേശം 72 മണിക്കൂർ കൊണ്ട് ഈ പിൻവാങ്ങൽ, ലൈൻ വരെയുള്ള പിൻവാങ്ങൽ പൂർത്തിയാകും എന്ന് വിചാരിക്കുന്നു. ഗാസയുടെ നിയന്ത്രണം ഇസ്രായേലിൻ്റെ കയ്യിൽ തന്നെയാണ്. ഗാസ സിറ്റിയിൽ നിന്ന് പിന്നോട്ട് മാറുന്ന ഒരു ലൈനിലേക്ക്, ഏകദേശം എൻ്റയർ ഗാസയുടെ ഒരു 40% ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ലൈനിലേക്ക് ഇസ്രായേൽ സേന പിൻവാങ്ങുകയാണ്. അതിൻ്റെ ഭാഗമായി തിങ്കളാഴ്ച 20 ബന്ധികളെ, ജീവനോടെയുള്ള 20 ബന്ധികളെ കൈമാറാമെന്നാണ് ഹമാസ് സമ്മതിച്ചിട്ടുള്ളത്, മീഡിയേറ്റേഴ്സ് വഴി സമ്മതിച്ചിട്ടുള്ളത്. അങ്ങനെയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ താൽക്കാലിക വെടിനിർത്തൽ കരാർ നിലവിൽ വന്നിട്ടുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് സ്ഥിരം സീസ്ഫയർ അല്ല, താൽക്കാലിക വെടിനിർത്തൽ കരാറാണ്. അപ്പം 20 ഇന ട്രംപ് പോയിന്റ് പൂർണ്ണമായും പാലിക്കപ്പെടുന്നതോടെയാണ് ഈ വെടിനിർത്തൽ ഒരു പൂർണ്ണമായ വെടിനിർത്തലായി അല്ലെങ്കിൽ പെർമനന്റ് സീസ്ഫയർ ആയിട്ട് മാറുന്നത്. ഇത് ഒരു ട്രൂസ് മാത്രമാണ്. ഇതിനെ ടെമ്പററി സീസ്ഫയർ അഥവാ ട്രൂസ് എന്നാണ്, താൽക്കാലിക വെടിനിർത്തൽ എന്നാണ് ഇതിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ബന്ധു കൈമാറ്റവും സുഗമമായി നടക്കുമെന്ന് വിചാരിക്കാം. അതിന് പകരമായി ഇസ്രായേൽ 250 ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട ആളുകളെയും മറ്റ് ഏകദേശം 1500 സാധാരണ തടവുകാരെയും കൈമാറ്റം ചെയ്യേണ്ടതുണ്ട് എന്നാണ് കരാർ. ഇസ്രായേലിന്റെ തടവിൽ ഏകദേശം 11,000 പാലസ്തീനികൾ ഉണ്ട് എന്നാണ് കണക്ക്. പാലസ്തീനികൾ എന്ന് പറഞ്ഞാൽ ഗാസ പ്രദേശത്തുള്ള ആളുകൾ തന്നെ 11,000 ആളുകൾ ഉണ്ട് എന്നാണ് കണക്ക്. അതിൽ നിന്ന് ഏകദേശം 1,500 സാധാരണ തടവുകാരെയും 250 ജീവപര്യന്തം തടവ് എന്ന് പറയുന്നത് ഇസ്രായേലിലെ ആളുകളെ കൊന്നതിന്റെ പേരിൽ അനുഭവിക്കുന്ന തടവുകളാണ്. അത്തരം തടവുകാരെയും റിലീസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് കിറാമുട്ടിയായി നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്, ഈ റിലീസ് ചെയ്യപ്പെടുന്ന തടവുകാർക്ക് ആർക്കും പാലസ്തീനിലേക്ക് അല്ലെങ്കിൽ ഗസയിലേക്കോ വെസ്റ്റ് ബാങ്കിലേക്കോ തിരിച്ചു പോകാൻ ഇസ്രായേൽ അനുവാദം നൽകുകയില്ല. കാരണം ഇവരെല്ലാവരും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടവരും അത് ഈ സോക്കോൾഡ് പാലസ്തീനുമായി ബന്ധപ്പെട്ടുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടവരുമാണ്. അവരുടെ ലാൻഡിലുള്ളവർ ആക്രമിക്കപ്പെടുന്നു, അല്ലെങ്കിൽ ഇസ്രായേലിനെ അവിടുന്ന് ഉന്മൂലനം ചെയ്യണം, ഇസ്രായേലിന് ഈ ഭൂപ്രദേശത്ത്, ജ്യൂസിന് ഈ ഭൂപ്രദേശത്ത് കാര്യമില്ല എന്ന് വിശ്വസിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ യൂതന്മാരെ, ജ്യൂസിനെ ആക്രമിക്കുകയും കൊല്ലുകയും ചെയ്ത ആളുകളാണ് ഈ തടവ് ശിക്ഷ അനുഭവിക്കുന്ന ആളുകൾ. അപ്പൊ സ്വാഭാവികമായിട്ടും അവരെ ഈ പ്രദേശത്തേക്ക് റിലീസ് ചെയ്യില്ല. അവര് ഏതെങ്കിലും രാജ്യങ്ങൾക്ക് സ്വീകരിക്കൽ നാട് കടത്തും എന്നുള്ളതാണ് ഇസ്രായേലിന്റെ നിലപാട്. അപ്പൊ ഏതൊക്കെ രാജ്യങ്ങൾ ഇവരെ സ്വീകരിക്കും? ഇതിനകത്ത് ഏറ്റവും രസകരമായ കാര്യം, ഇതിൽ മീഡിയേറ്റേഴ്സായി വന്നിട്ടുള്ള ഖത്തറുണ്ട്, ഈജിപ്ത് ഉണ്ട്, സൗദി അറേബ്യ ഉണ്ട്, മറ്റു അറബ് രാജ്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ ഈ ഒരൊറ്റ രാജ്യം പോലും ഇതിനകത്ത് ഒരുത്തനെ പോലും സ്വീകരിക്കാൻ തരില്ല. ഈ തടവിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്ന ഒരുത്തനെ പോലും തങ്ങളുടെ രാജ്യങ്ങളിലേക്ക് സ്വീകരിക്കാൻ ഇവരാരും തയ്യാറല്ല. കാരണം അതിൽ നിന്ന് തന്നെ പാലസ്തീനികൾ ആരാണ് എന്ന് വ്യക്തമാകുന്നു. ഈ പാലസ്തീനികൾ എന്ന് പറയുന്ന സോക്കോൾഡ് ആളുകൾ ആരാണ് എന്നുള്ളതിന്റെ കൃത്യമായ സൂചനയാണിത്. ഇതിനകത്ത് നിന്ന് പുറത്തു വരുന്ന ഒരാളെ പോലും സ്വീകരിക്കാൻ ഈ ഒരു രാജ്യങ്ങളും തയ്യാറല്ല. തുർക്കി മാത്രമാണ് ഇതിനകത്ത് നിന്ന് കുറച്ച് പേര്, ലിമിറ്റഡ് നമ്പേഴ്സ്, അതിൽ 250 ജീവപര്യന്തം ആരെയും അവർക്ക് വേണ്ട. ഏറ്റവും മൈൽഡ് ആയിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ഏർപ്പെട്ടതിന്റെ പേരിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള ഏതാനും ചില ആളുകളെ മാത്രം തങ്ങൾ സ്വീകരിക്കാമെന്ന് തുർക്കി പറഞ്ഞിട്ടുണ്ട്. കാരണം തുർക്കി ഏകദേശം ഇറാനോട് ചേർന്ന് നിൽക്കുന്ന അത്രത്തോളം തീവ്രവാദമുള്ള ഒരു രാജ്യമാണ്, തീവ്രവാദത്തെ ഊട്ടിപ്പോറ്റുന്ന ഒരു രാജ്യമാണ്. ഒരിക്കലും മുൻനിരയിലേക്ക് വന്നിട്ടില്ലെങ്കിലും ഹമാസിന് ഏറ്റവും അധികം സഹായം ലഭിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് തുർക്കി. അപ്പം ആ രാജ്യത്തേക്ക് കുറച്ചാളുകൾ, വളരെ കുറച്ച് പേരെ മാത്രം അവർ സ്വീകരിച്ചുള്ളതാണ്. അപ്പൊ ഈ ബാക്കിയുള്ള തടവുകാരെ എങ്ങോട്ട് അയക്കും എന്നുള്ളത് വളരെ ഗൗരവതരമായ പ്രശ്നമാണ്. അപ്പൊ ഈ 20 ബന്ദികളെ, ജീവനോടുള്ളവരെ തിരിച്ചേൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ തടവുകാരെ കൈമാറേണ്ടതുണ്ട്. ഈ തടവുകാരെ ആര് സ്വീകരിക്കും എന്നുള്ളത് ഒരു കിറാമുട്ടിയായി നിൽക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളത് ഒരു വിഷയമാണ്. അപ്പൊ ഈ ഒരു അവസരത്തിൽ നമ്മൾ ഒരു കണക്കെടുപ്പ് നടത്തുന്നത് വളരെ നല്ലതാണ്. 2023 ഒക്ടോബർ 7 സംഭവിച്ച കാര്യങ്ങൾ, അതാണല്ലോ ഇതിന്റെ എല്ലാം തുടക്കം. 2023 ഒക്ടോബർ 6 ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. സാധാരണ പോലെ ഈ ലോകം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതാണ്. സാധാരണ പോലെ ഇസ്രായേലും ഗസ പ്രദേശവും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതാണ്. അവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. 2023 ഒക്ടോബർ 7 7000 ഗാസാക്കാർ ഉൾപ്പെടുന്ന ഒരു മൂവ്മെന്റ് ആണ് ഇസ്രായേലിനെ ആക്രമിച്ചത്. അതിൽ 3800 പേര്
ഇവർ പോരാളികൾ എന്ന് വിളിക്കുന്ന ട്രെയിനിങ് കിട്ടിയ ഭീകരവാദികളായിരുന്നു, യൂണിഫോം ധരിച്ച ഭീകരവാദികളായിരുന്നു. 2200 ആളുകൾ വെറും സിവിലിയൻസ് ആയിരുന്നു. കൊള്ളയും ബലാത്സംഗവും നടത്താൻ വേണ്ടി മാത്രം ഇസ്രായേലിലേക്ക് കടന്നു കയറിയ ഗസ പ്രദേശത്ത് ജീവിക്കുന്ന സിവിലിയൻസ് ആയിരുന്നു. ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അതിർത്തിയുടെ അപ്പുറത്ത്, ഇസ്രായേലിന്റെ അതിർത്തിയുടെ അപ്പുറത്ത് ഗസ പ്രദേശത്ത് നിന്നുകൊണ്ട് നിരന്തരമായി ഇസ്രായേലിലേക്ക് റോക്കറ്റുകൾ അയച്ചുകൊണ്ടിരുന്ന 1000 പേര്. അങ്ങനെ മൊത്തം 7000 പേരടങ്ങുന്ന ഒരു സംഘമാണ് ഈ ആക്രമണത്തിന് മുൻകൈയെടുത്തത്. ഇതിൽ 3800 ആളുകൾ ആയുധധാരികളാണ്. അവർ ആളുകളെ കൊല്ലാൻ വേണ്ടി വന്നവരാണ്. 2200 സിവിലിയൻസ് എന്ന് പറയുന്നവര് സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നതിനും കുഞ്ഞുങ്ങളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്നതിനും വേണ്ടി കടന്നു വന്നവരാണ്. ബാക്കിയുള്ളവര് അവിടെ നിന്ന് റോക്കറ്റ് അയച്ച് ഇവിടെ നാശനഷ്ടങ്ങൾ വിതയ്ക്കാൻ ശ്രമിച്ചവരാണ്. അങ്ങനെ 7000 പേരാണ് ഇതിൽ ഉൾപ്പെട്ടത്. ഇതിൽ എടുത്തു പറയാവുന്ന രീതിയിൽ സംഭവിച്ച കാര്യം 38 കുഞ്ഞുങ്ങളാണ് അന്ന് അവിടെ വധിക്കപ്പെട്ടത്. 736 അഡൽട്സ്, പ്രായപൂർത്തിയായവർ, അതിൽ സ്ത്രീകളും പുരുഷന്മാരുമുണ്ട്. സിവിലിയൻസ് ആയിട്ടുള്ള ആളുകൾ 786 പേര് കൊല്ലപ്പെട്ടു. 79 ഫോറിൻ നാഷണൽസ് കൊല്ലപ്പെട്ടു. വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഇസ്രായേൽ സന്ദർശിക്കാനായി എത്തിയ ആളുകൾ, കൂടാതെ ഇസ്രായേലിൽ ജോലി ചെയ്യാനായി എത്തിയ ആളുകൾ, അങ്ങനെ 79 ആളുകൾ വധിക്കപ്പെട്ടു. 379 സെക്യൂരിറ്റി പേഴ്സണൽസും വധിക്കപ്പെട്ടു. പട്ടാളക്കാരും പോലീസുകാരും ഒക്കെ അടങ്ങുന്ന 379 സെക്യൂരിറ്റി പേഴ്സണൽസും വധിക്കപ്പെട്ടു. അങ്ങനെ അവിടെ കൊല്ലപ്പെട്ട ആളുകളുടെ എണ്ണം 1200. അവര് നിരവധി സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ലൈംഗികമായി ആക്രമിച്ചു. ഈ കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങൾ എല്ലാവരും തന്നെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യപ്പെട്ടിരുന്നു. പിടിക്കപ്പെട്ട സ്ത്രീകളിൽ ആരോഗ്യമുള്ള സ്ത്രീകളെയൊക്കെ അവർ ലൈംഗികമായി ദുരുപയോഗം ചെയ്തിരുന്നു. കൂടാതെ വൈഡ് ആയിട്ടുള്ള റേപ്പ്, ഈ സിവിലിയൻസ് എന്ന് പറഞ്ഞ വന്ന ആളുകൾ കണ്ണിൽ കണ്ട സ്ത്രീകളെ എല്ലാം കിടന്ന് ആക്രമിക്കുകയും അവരൊന്നും പറഞ്ഞാൽ അവർക്ക് കൊല്ലാനൊന്നും സാധിച്ചിട്ടില്ല, അവർക്ക് അവരൊന്നും രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. എങ്കിൽ പോലും ലൈംഗിക ആക്രമണങ്ങൾക്ക് കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും വിധേയരാക്കുകയും ചെയ്തു. 251 ആളുകളെ തടവുകാരായി പിടിച്ചുകൊണ്ടുപോയി. അതിൽ ചിലത് കൊണ്ടുപോകുമ്പോൾ തന്നെ ശവശരീരങ്ങളായിരുന്നു. ഇതാണ് ഒക്ടോബർ 7, 2023 സംഭവിച്ചത്. ഇതൊരു യുദ്ധമൊന്നുമല്ല, ഒരു ഭീകരാക്രമണമാണ്. രാജ്യത്തിന് നേരെയുണ്ടായ ഒരു ഭീകരാക്രമണം. ചമ്പൽ കൊള്ളക്കാര് നമ്മുടെ നാട്ടില് കൊള്ള നടത്തുന്നത് പോലെ, ഇല്ല മാവോയിസ്റ്റുകൾ വന്ന് റെയ്ഡ് നടത്തുന്നത് പോലെ ഉള്ള ഒരു കൊള്ള പ്രവർത്തനമാണിത്, ഒരു ഭീകര പ്രവർത്തനമാണിത്. ഇതിനെ ഒരു യുദ്ധം എന്ന് പേരിട്ട് വിളിക്കാനാവില്ല. പക്ഷെ തിരിച്ച് ആക്രമിക്കുമ്പോൾ ഇസ്രായേൽ യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഹമാസിനെ വേട്ടയാടാൻ വേണ്ടി പോയത്. പിന്നീട് ഇസ്രായേൽ പ്രധാനമന്ത്രി അതിനെ വി വിൽ ഹണ്ട് യു ഡൗൺ, നിന്നെ ഞങ്ങൾ വേട്ടയാടി പിടിക്കും എന്ന വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്. യുദ്ധം ചെയ്ത് പിടിക്കുമെന്നല്ല, വി വിൽ ഹണ്ട് യു ഡൗൺ എന്നാണ് പറഞ്ഞത്. അതായത് ഇതൊരു വേട്ടയായിരുന്നു. ഹമാസിനെ വേട്ടയാടാൻ വേണ്ടി ഇസ്രായേല് ഗാസയിൽ പ്രവേശിച്ചു. അന്ന് മുതൽ 2023 ഒക്ടോബർ 8 മുതൽ ഗാസയിൽ ഹമാസിന്റെ പ്രവർത്തനങ്ങൾ മൂലം മരിച്ചവരുടെ എണ്ണം 21,000 കുട്ടികൾ, 12,000 സ്ത്രീകൾ, 33,000, അങ്ങനെയാണ് 33,000 വരുന്നത്. അത് സിവിലിയൻസ് ആണ്. ഹമാസ് തങ്ങളെ തന്നെ രക്ഷിക്കുവാൻ വേണ്ടി മുൻപിലെടുത്തു പിടിച്ച കുഞ്ഞുങ്ങൾ 21,000 പേര്. ഹമാസിന്റെ പ്രവർത്തകരെ രക്ഷിക്കുവാനായി അവന്റെ മുൻപിൽ കയറി നിന്നുകൊടുത്ത് മരണം വരിച്ച 12,000 സ്ത്രീകൾ. കുഞ്ഞുങ്ങളെ മുൻപിൽ കയറി നിന്നുകൊടുത്തതല്ല, സ്ത്രീകൾ വിട്ടുകൊടുത്ത കുഞ്ഞുങ്ങളെ ഹമാസ് പിടിച്ചുകൊണ്ട് മുൻപിൽ പിടിച്ചു കെട്ടി നിർത്തുകയായിരുന്നു. ഓടിപ്പോകുന്നവരെ കൈയും കാലും കെട്ടിയവരിട്ടിരുന്നു. അങ്ങനെ കുഞ്ഞുങ്ങളുടെ മരണം ഉറപ്പാക്കി അന്താരാഷ്ട്ര സമൂഹത്തിന് മുൻപിൽ അൽ ജസീറയ്ക്ക് നിലവിളിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി അവർ തന്നെ കൊന്ന കുഞ്ഞുങ്ങളാണ് 21,000, അവരുടെ സ്വന്തം കുഞ്ഞുങ്ങൾ. അവർ തന്നെ കൊന്ന സ്ത്രീകളാണ് അവരുടെ 12,000 സ്ത്രീകൾ. പിന്നീട് ഇസ്രായേൽ വധിച്ചത് ഹമാസിന്റെ 34,000 പ്രവർത്തകരെയാണ്. അങ്ങനെ ഇന്നലെ വരെ അവിടെ കൊല്ലപ്പെട്ടത് ഏകദേശം 67,169 ആളുകളാണ്. അതിനുശേഷവും 8 പേരെ ഇസ്രായേൽ വധിച്ചു എന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 1,63,000 പേർക്ക് മാരകമായ പരിക്ക് പറ്റി എന്നുള്ളതാണ്. അംഗഭംഗം സംഭവിച്ചത് അടക്കം അത്തരത്തിലുള്ള വലിയ ഗൗരവതരമായ പരിക്കുകൾ മാത്രമേ എണ്ണിയിട്ടുള്ളൂ. 1,63,000 പേർക്ക് പരിക്ക് പറ്റി. 13,000 പേരെ കാണാനില്ല. ഇസ്രായേലിന്റെ തടവിൽ ഏകദേശം 11,000 ആളുകളുണ്ട്. 80% പ്രദേശവും ഇസ്രായേലെ കൈയടക്കി പിടിച്ചുവെച്ചു. കെട്ടിടങ്ങളുള്ളതിൽ 80% തകർക്കപ്പെട്ടു. 92% വീടുകളും തകർക്കപ്പെട്ടു. എന്തിന്റെ പേരിൽ? ഹമാസ് ഇസ്രായേലിന്റെ വീട്ടിൽ കയറി ആക്രമിച്ച് ഹമാസിനെ പിടികൂടുവാനായി പുറകെ വന്ന ഇസ്രായേൽ പട്ടാളത്തിന്റെ ആക്രമണത്തിൽ
ഗാസ പ്രദേശത്തെ സാധാരണ മനുഷ്യർക്ക് വന്ന നഷ്ടങ്ങളാണിത്. 67,000 മരണം, 13,000 ആളുകളെ കാണാനില്ല, 1,63,000 ആളുകൾക്ക് പരിക്ക്. അവരുടെ ഭൂമി 80% ഇസ്രായേലിന്റെ കയ്യിൽ. കെട്ടിടങ്ങളായിട്ടുള്ള കെട്ടിടങ്ങൾ മുഴുവൻ തന്നെ തകർക്കപ്പെട്ടു, 80% എന്ന് കണക്ക്. വീടായ വീടുകൾ മുഴുവൻ തകർക്കപ്പെട്ടു, 92% എന്ന് കണക്ക്. ഹമാസിനെ പിടിക്കാനുള്ള ശ്രമത്തിനിടയിലൂടെ ഗാസയിലെ സാധാരണക്കാർക്ക് നഷ്ടപ്പെട്ടതാണിത്. ഇത് മുഴുവൻ നഷ്ടപ്പെടുത്തിയത് ഹമാസാണ്. ഇസ്രായേലിന് ഇതിന് യാതൊരു പങ്കുമില്ല. ഒക്ടോബർ 6, 2023 സമാധാനമായി കിടന്നുറങ്ങിയിരുന്ന ഇസ്രായേലിനെയും ഗാസക്കാരെയും പ്രതിസന്ധിയിലാക്കിയത് ഹമാസ് എന്ന് പറയുന്ന ഒരു ഒറ്റ ഭീകര സംഘടനയാണ്. അവർ നടത്തിയ ആക്രമണങ്ങളുടെ ഫലമാണ് ഇസ്രായേലിലും ഗാസയിലുമായി സംഭവിച്ച ഈ നാശനഷ്ടങ്ങളും മരണവും മുഴുവൻ. ഈ കുഞ്ഞുങ്ങളുടെ മരണവും എല്ലാം അവർ തന്നെ വരുത്തി വെച്ചതാണ്. ഇതിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും പൂർണ്ണ ഉത്തരവാദിത്വവും ഹമാസിനാണ്. ഇത് തിരിച്ചറിയാൻ കഴിയാതെ അൽ ജസീറയുടെ പണം വാങ്ങി ലോകം മുഴുവൻ മൈക്ക് കെട്ടി പ്രസംഗിക്കുന്ന ഹമാസ് പ്രവർത്തകർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആ മൗത്തുകളെ വിശ്വസിച്ച് യൂറോപ്പും അമേരിക്കയും ഇങ്ങനെയുള്ള രാജ്യങ്ങളെല്ലാം കൂടി ചേർന്ന് ഇപ്പോൾ ഇമ്പോസ് ചെയ്ത വെടിനിർത്തലാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വെടിനിർത്തിയത് നന്നായി. അതിന്റെ പേരിൽ ട്രംപിന് ഒരു നോബൽ പ്രൈസ് കൊടുക്കുന്നതിന് തകരാറൊന്നുമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു മരണമെങ്കിലും ഒഴിവാക്കാൻ കഴിയുന്നത് വളരെ വലിയ കാര്യമാണ്. പക്ഷേ ഈ വെടിനിർത്തൽ എത്രത്തോളം ഇഫക്റ്റീവാണ്, എത്രത്തോളം നാളിലേക്ക് ഇത് നീണ്ടു നിൽക്കും എന്നുള്ളതൊക്കെ കണ്ടറിയേണ്ട കാര്യങ്ങൾ തന്നെയാണ്. കാരണം ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു, പാലസ്തീൻ തടവുകാരെ സ്വീകരിക്കാൻ ആളുകളില്ല. അവിടെ തന്നെ ഒന്നാമത്തെ പ്രതിസന്ധി തുടങ്ങും. രണ്ടാമത്, ഇസ്രായേൽ വെടിനിർത്തിയെങ്കിലും ഏതു നിമിഷവും ലോകം മുഴുവൻ ഭീകരന്മാരുണ്ട്. ഹമാസ് മാത്രമല്ല ഭീകരൻ. ലെബനോണിൽ ഹെസ്ബുള്ള റീബിൽഡ് ചെയ്യുന്നുണ്ട്. ഇന്നും ഞാൻ ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും ലെബനോണിൽ ഇസ്രായേൽ ഹമാസിന്റെ റീബിൽഡുകൾ തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഹിസ്ബുള്ളയുടെ റീബിൽഡുകൾ ലെബനോണിൽ തകർത്തുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അവിടെ ഹിസ്ബുള്ളയുടെ ബിൽഡപ്പ് നടക്കുന്നുണ്ട്. ഏത് നിമിഷവും ഹിസ്ബുള്ള ആക്രമണം തുടങ്ങാം. ഹിസ്ബുള്ളയെ ആക്രമിച്ചാൽ സ്വാഭാവികമായിട്ടും ഒരു കുറുക്കൻ ഓരിയിടുമ്പോൾ ബാക്കിയുള്ള കുറുക്കന്മാരെല്ലാം കൂടെ ഓരിയിടും എന്ന് പറയുന്നത് പോലെ ഹമാസിന്റെ ഇനി ബാക്കി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് സഹിക്കാൻ പറ്റില്ല, അവന്മാർ പണി തുടങ്ങും. ഇസ്രായേലിന്റെ സ്വഭാവം എല്ലാവർക്കും അറിയാവുന്നതാണ്. ആര് പിടിച്ചാലും അവർ നിൽക്കില്ല. അപ്പം ആ വിഷയം അവിടെ നിൽക്കുന്നുണ്ട്. ഇനി ഇറാൻ അവിടെ ഉണ്ട്. ഈ വെടിനിർത്തൽ എന്ന് പറയുന്നത് ഹമാസിനെ രക്ഷിക്കാനോ പാലസ്തീനിലെ ആളുകളെ രക്ഷിക്കാനോ ഒന്നുമല്ല. അറബ് രാജ്യങ്ങൾ മുൻകൈയെടുത്ത്, അമേരിക്ക മുൻകൈയെടുത്ത്, യൂറോപ്പ് മുൻകൈയെടുത്ത് നടത്തിയ ഈ വെടിനിർത്തൽ എന്ന് പറയുന്ന ഒരു ശല്യം തീരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം 2 വർഷമായി ഈ യുദ്ധത്തിന്റെ പേരിൽ ലോകത്തിലെ ഒരുപാട് ബിസിനസ്സുകൾ, ഒരുപാട് വ്യാപാരങ്ങൾ തകർന്നടിഞ്ഞു കിടക്കുകയാണ്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളുടെ ബിസിനസ്സുകളെ ഇത് വളരെ ഗൗരവതരമായി ബാധിച്ചിട്ടുണ്ട്. വളരെ പെട്ടെന്ന് എടുത്തു കാണിക്കാവുന്ന എക്സാമ്പിൾസ്, യൂറോപ്പിൽ നിന്ന് ഇന്ത്യ വരെ എത്തുന്ന ഒരു വ്യാപാര ഇടനാഴി, റോഡുകൾ, അത് നിർമ്മാണത്തിലായിരുന്നു. അത് കടന്നു വരേണ്ടത് വെസ്റ്റ് ബാങ്കിലൂടെ ഒക്കെയാണ്. അതിന്റെ നിർമ്മാണം നിലച്ചു പോയിരിക്കുന്നു. അതുപോലെ ഇസ്രായേലിൽ ഒരു പോർട്ടിന്റെ ബിൽഡപ്പ് അത് ഇന്ത്യ ഏറ്റെടുത്തിട്ടുള്ളതാണ്. അത് ചെയ്യാൻ കഴിയാതെ കടന്നുപോയിരിക്കുന്നു. ഇതുപോലെ എത്രയോ ബിസിനസ്സുകൾ, ഏതെല്ലാം രാജ്യങ്ങൾ ഇൻവോൾവ് ചെയ്യുന്ന ബിസിനസ്സുകൾ, ഇത് മുഴുവൻ ഈ ഒരു പ്രശ്നത്തിന്റെ മുകളിൽ തട്ടിക്കിടക്കുകയാണ്. യൂറോപ്യൻ രാജ്യങ്ങളും അറബ് രാജ്യങ്ങളും തമ്മിലുള്ള ഒരുപാട് ബിസിനസ്സുകൾ ബാക്കിയുണ്ട്. കാരണം ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയുന്നില്ല. അറബ് രാജ്യങ്ങൾക്ക് യൂറോപ്യൻ രാജ്യങ്ങളെ അവരുടെ നാട്ടിൽ ഇത്തരം പ്രവൃത്തികളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഈ പാലസ്തീൻ പ്രശ്നം മുമ്പിൽ കിടക്കുന്നതുകൊണ്ട് അത് വലിയ പ്രശ്നമാകും, ഡിസ്പ്യൂട്ടാകും. ഈ പ്രശ്നം അവസാനിപ്പിച്ചാൽ മാത്രമേ ഇത്തരം ബിസിനസ്സുകൾ ഒഴുകുകയുള്ളൂ. ഈ പ്രശ്നം അവസാനിപ്പിച്ചതിന്റെ പുറകിലൂടെ ഏറ്റവും പ്രധാനപ്പെട്ട താല്പര്യം സാമ്പത്തിക താല്പര്യങ്ങളാണ്. അല്ലാതെ അവിടെ ഒരു യുദ്ധം നിർത്തി പാലസ്തീനികളെ രക്ഷിക്കണമെന്ന് വിചാരിച്ചുള്ളൂ. പാലസ്തീനികളൊക്കെ നാളെ എല്ലാവരും മറക്കും. ഇപ്പൊ നമ്മളുടെയൊക്കെ വിചാരം നാളെ മുതൽ അവിടെ പാലസ്തീൻ റീകൺസ്ട്രക്ഷൻ നടക്കും, യുവമാർക്ക് എല്ലാവരും, അവർക്ക് ചോറിനൊന്നും ഒരു ക്ഷാമമില്ല എന്നുള്ളത് ഇന്ന് നിങ്ങൾ പത്രങ്ങളിൽ കണ്ട ഫോട്ടോകളിൽ നിന്ന് മനസ്സിലാവും. ഭക്ഷണം കഴിക്കാത്ത ഒരു കുഞ്ഞിനെയെങ്കിലും നിങ്ങൾ ഈ ഫോട്ടോകളിൽ കണ്ടിട്ടുണ്ടാവാൻ ഒരു സാധ്യതയില്ല. ഭക്ഷണം കഴിക്കാത്ത ചെറുപ്പക്കാരെയോ സ്ത്രീകളെയോ മനുഷ്യരെയോ പാലസ്തീനിൽ നിന്നെടുത്ത ഒരു ഫോട്ടോയിലും ഒരു പത്രത്തിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. ധാരാളം സ്ഥലങ്ങളിൽ ആളുകൾ തുള്ളിച്ചാട്ടുന്നതിന്റെ പടങ്ങൾ പത്രങ്ങളിലുണ്ട്, വീഡിയോകളുണ്ട്, പലതുമുണ്ട്. ഇവിടെ ഒന്നും ഒരിടത്തും ഒരു ക്ഷീണിച്ച മനുഷ്യനെ നിങ്ങൾക്ക് കാണാനാവില്ല. ഇവിടെ ഭക്ഷണമില്ലായിരുന്നു എന്നുള്ളത് വെറും നുണയാണ്. അത് UN പാലസ്തീന് വേണ്ടി പറഞ്ഞുകൊണ്ടിരുന്ന ഒരു നുണയാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പൊ ഈ ഒരു സംഗതി കൊണ്ട് ഇനി ഹമാസ് നിരായുധരാവേണ്ടതുണ്ട്. ഗാസയിലെ ഹമാസില്ലാത്ത ഭരണം വരേണ്ടതുണ്ട്. അങ്ങനെ സ്റ്റെപ്പ് വൈസ് ആയിട്ട് ഇസ്രായേൽ അവിടുന്ന് മാറും എന്ന് പറയുന്ന 20 പോയിന്റിന്റെ അവസാന ഭാഗമായിട്ടാണ് ഗാസയുടെ പരിപൂർണ്ണ റിലീസ് വരുന്നത്. ഇവര് തീവ്രവാദ പ്രവർത്തനങ്ങളിൽ നിന്ന് പരിപൂർണമായും പിന്തിരിഞ്ഞു എന്ന് ബോധ്യപ്പെട്ടാൽ പാലസ്തീന്റെ ഫോർമേഷന് വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടങ്ങാം എന്നാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പറഞ്ഞിട്ടുള്ളത്. അതൊരിക്കലും സംഭവിക്കാൻ പോകുന്ന കാര്യമല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. കാരണം പാമ്പിന് അതിന്റെ സ്വഭാവം മറക്കാനാവില്ല. അത് കടിക്കും.
കുറുക്കനതിന്റെ സ്വഭാവം മറക്കാനാവില്ല, അത് പോവും. അപ്പൊ അതുപോലെ അക്രമ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട, തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട, മറ്റു മനുഷ്യരെ കൊല്ലുന്ന, നുണയുടെ അവതാരമായ തോറ്റമ്പി കിടക്കുമ്പോഴും ഞങ്ങൾ ജയിച്ചേ എന്ന് ആർത്തു വിളിക്കുന്ന ഈ കൂട്ടർ, നുണ മാത്രം പറഞ്ഞ് ശീലിച്ചിട്ടുള്ളവർ, 100 പന്നികളെ വേട്ടയാടാൻ പോയി 99 എണ്ണത്തിനെ കൊന്നു, ഒരു പന്നി ബാക്കിയായി പോയി. അപ്പൊ പറയാണ് ഞാൻ ജയിച്ചേ, 40 എഴുന്നേറ്റ് എന്ന് പറയുന്നത് പോലെയാണ് ഞാൻ ജയിച്ചേ എന്നുള്ള നുണയും പറഞ്ഞു നടക്കുന്ന ഈ തീവ്രവാദികൾ അടങ്ങിയിരിക്കും എന്ന് പ്രതീക്ഷിക്കാൻ യാതൊരു തരവുമില്ല. നാളെ തന്നെ അവരുടെ ആക്രമണ പ്രവർത്തനങ്ങൾ തുടരുമെന്നും 20 ജീവനുള്ള ബന്ധികളെ തിരിച്ചു കിട്ടിയാൽ ഇസ്രായേൽ വീണ്ടും സടകുടഞ്ഞ് എഴുന്നേക്കുമെന്നും ഉള്ള കാര്യങ്ങളാണ് സംഭവിക്കാൻ സാധ്യത കൂടുതൽ എന്നാണ് എന്റെ നിഗമനം. ട്രംപിന് നോബൽ പ്രൈസ് ഇപ്രാവശ്യം കിട്ടിയിരുന്നെങ്കിൽ തിരിച്ചുള്ള ഈ പറയുന്ന ഈ പാലസ്തീനിലെ ഈ പീസ് പ്രോസസ് അധികം നീണ്ടു നിൽക്കുമായിരുന്നില്ല. അദ്ദേഹത്തിനുള്ളത് ഈ പീസ് പ്രൈസ് കിട്ടാത്തത് കൊണ്ട് ഈ ഒരു കരാറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഡ്രൈവുകളിൽ ഒന്ന് ട്രംപിന് ലഭിക്കേണ്ടിയിരുന്ന നോബൽ പ്രൈസാണ്. ആ ഒരു താല്പര്യമാണ് അദ്ദേഹത്തെ ഇത്ര തിടുക്കത്തിൽ തീരുമാനമെടുക്കുവാൻ വേണ്ടി പ്രേരിപ്പിച്ചത്. ഇസ്രായേലിനെ സംബന്ധിച്ച് അവർക്ക് ലഭിക്കേണ്ട 20 ബന്ധികളാണ്. ആ 20 ബന്ധികളെ ജീവനുള്ള ബന്ധികളാണ്. ആ 20 ജീവനുള്ള ബന്ധികളെ ലഭിക്കുന്നതോടെ ഇസ്രായേലിന്റെ പ്രശ്നം കഴിയുന്നു. നോബൽ പ്രൈസ് കിട്ടിയിരുന്നെങ്കിൽ ട്രംപിന്റെ പ്രശ്നം കഴിഞ്ഞാൽ നോബൽ പ്രൈസ് കിട്ടിയിട്ടില്ല. അപ്പൊ അടുത്ത വർഷത്തെ നോബൽ പ്രൈസിന് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് നോമിനേഷൻ ഉണ്ടാവും, കിട്ടാൻ നല്ല സാധ്യതയുമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വെടിനിർത്തൽ കുറച്ചും കൂടി പ്രൊലോങ് ചെയ്തു പോവേണ്ടത് ട്രംപിന്റെ ആവശ്യമായി വരും. അപ്പം ട്രംപിന് ഇപ്രാവശ്യം നോബൽ പ്രൈസ് കിട്ടിയില്ല എന്നുള്ളത് ഈ വെടിനിർത്തലിനെ സംബന്ധിച്ച് ശുഭോദർക്കമായ ഒരു സംഗതിയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇല്ലെങ്കിൽ ഈ വെടിനിർത്തലിന് ആയുസ് കുറയുമായിരുന്നു. ഈ വെടിനിർത്തലിന് എത്ര ആയുസ് ഉണ്ട് എന്ന് നിശ്ചയിക്കുന്നത് പാലസ്തീൻ അറബികളിലായിട്ടുള്ള തീവ്രവാദികളാണ്. പാലസ്തീൻ അറബികളിലെ തീവ്രവാദം എപ്പോഴെങ്കിലും തലപൊക്കിയാൽ നിശ്ചയമായും വെടിനിർത്തൽ അവിടെ അവസാനിക്കും. ഇസ്രായേലായിട്ട് അങ്ങോട്ട് കയറി തല്ലിയല്ല, പക്ഷെ ഇസ്രായേലിനെ തല്ലിക്കഴിഞ്ഞാൽ ഒരു മയവും അവർ കാണിക്കാൻ യാതൊരു സാധ്യതയുമില്ല. കാരണം ഒക്ടോബർ 7, 2023 അവർക്ക് കിട്ടിയ അടി അത്ര ഭീകരമായ അടിയാണ്. അവരൊരു കാരണവശാലും അവർ മറക്കുകയില്ല.